+2 ബയോളജി ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ടോപ്പിക്കാണ് സെക്സ് ഡിറ്റർമിനേഷൻ. നോക്കൂ, ക്രോമസോം ഇസ് ദ മെയിൻ ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻ സെക്സ് ഓഫ് എൻ ഓർഗാനിസം. അപ്പോൾ നിങ്ങൾക്കറിയാം, ക്രോമസോം എന്നുള്ളത് ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ചൊക്കെ സ്ട്രക്ചർ എല്ലാം പഠിച്ചതാണ്. അപ്പോൾ ഹെൻഗിൻ എന്നുള്ള ഒരു സയന്റിസ്റ്റാണ് ആദ്യമായിട്ട് ഇൻസെക്ട്സിൽ സൈറ്റോളജിക്കൽ ഒബ്സർവേഷൻ എല്ലാം നടത്തിയതിനു ശേഷം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ട്രക്ചർ കണ്ടെത്തുകയും അതിന് അദ്ദേഹം എക്സ് ബോഡി എന്നുള്ള പേര് കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് അതാണ് എക്സ് ക്രോമസോം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ക്രോമസോം ആണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന മെയിൻ ഫാക്ടർ. ഇനി നോക്കൂ, അതിലെ 2 ടൈപ്സ് ഓഫ് ക്രോമസോം ഉണ്ട്. ഏതൊക്കെയാണ്? സെക്സ് ക്രോമസോമും ഉണ്ട്, ഓട്ടോസോമും ഉണ്ട്, അല്ലേ? ഒരു ഓർഗാനിസം മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോമിനെ നമ്മൾ പറയുന്ന പേരാണ് സെക്സ് ക്രോമസോം. അതിന് വേറൊരു ടേം ആണ് അല്ലോസോം. ഓക്കെ, സുവോളജിക്കൽ ടേം ആണ് അല്ലോസോം. അപ്പോൾ ക്രോമസോംസ് വിച്ച് ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് എൻ ഓർഗാനിസം ഈസ് കോൾഡ് സെക്സ് ക്രോമസോം ഓർ അല്ലോസോം. അതുപോലെ നമ്മുടെ വേറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസ് ഉണ്ട്, അല്ലെ? അത്തരത്തിലുള്ള ക്രോമസോമിനെ നമ്മൾ പറയുന്ന പേരാണ് ഓട്ടോസോം. അപ്പോൾ ക്രോമസോംസ് വിച്ച് ഡു നോട്ട് ഡിറ്റർമിൻ സെക്സ് ഓഫ് എൻ ഓർഗാനിസം ഈസ് കോൾഡ് ഓട്ടോസോം. ക്ലിയർ അല്ലേ? അപ്പോൾ 2 ടൈപ്സ് ക്രോമസോം ഉണ്ട്, അല്ലോസോമും ഓട്ടോസോമും. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് XXXY മെത്തേഡ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പൊ അത് ഹ്യൂമനിലും അതുപോലെ ഡ്രോസോഫിലയിലും ഒക്കെയാണ് ദിസ് മെത്തേഡ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. നോക്കൂ, നിങ്ങൾക്ക് അറിയാം അല്ലെ, ഫാദർ അതായത് മെയിലില് എത്രയാണ്? 22 പെയർ ആണ് ഓട്ടോസോം ഉള്ളത്. ഒരു പെയർ ആണ് എന്തുള്ളത്? സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോം. അപ്പൊ മെയിലിൽ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോം നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട് അല്ലെ? XY അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേസമയം ഫീമെയിലിൽ നോക്കൂ, 22 പെയർ ഓട്ടോസോം, അതാണ് 44A എന്ന് കാണിച്ചിരിക്കുന്നത്, പ്ലസ് XX എന്ന് പറഞ്ഞാൽ 1 പെയർ എക്സ് ക്രോമസോം എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ഈ നമ്മുടെ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ സെക്സ് ഡിറ്റർമിനേഷൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കൂ, ഗമീറ്റ് ആണ് ഈ എൻസർക്കിൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്പെർമറ്റോജെനിസിസ് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നന്നായി പഠിച്ചതാണ്. അപ്പൊ അത്തരത്തിൽ സ്പേം ഫോം ചെയ്യുമ്പോൾ ഇത് നോക്കൂ, ഡിവിഷൻ കഴിഞ്ഞിട്ട് വരുന്നത് 22 ഓട്ടോസോം പ്ലസ് 2 തരം ഗമീറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഗമീറ്റിൽ നോക്കൂ 22 ഓട്ടോസോം പ്ലസ് 1 എക്സ് ക്രോമസോമും, അടുത്ത ഗമീറ്റിലെ 22 ഓട്ടോസോം പ്ലസ് 1 വൈ ക്രോമസോമും. അങ്ങനെ 2 തരം ഗമീറ്റ് ഫോം ചെയ്യുന്നുണ്ട് മെയിലിൽ നിന്നും ഫാദറിൽ നിന്നും. മനസ്സിലായില്ലേ? ഇനി അതേസമയം ഫീമെയിൽ നോക്കൂ, ഇവിടെ ഗമീറ്റ് ഫോം ചെയ്യുമ്പോൾ ഇതിന്റെ ഹാഫ് ആവും അല്ലെ? 22 ഓട്ടോസോം പ്ലസ് 1 എക്സ് ക്രോമസോം. ഇനി ഇവിടെ ഫ്യൂഷന് ശേഷം സൈഗോട്ട് ഫോം ചെയ്യുമ്പോഴോ അത് റെസ്റ്റോർ ചെയ്യുന്നത് നോക്കൂ. അപ്പൊ ഏത് തരം സ്പേം ആണ് ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ന്യൂ ആയിട്ട് ഫോം ചെയ്യുന്ന ഓസ്പ്രിങ്ങിന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോ ഇവിടെ നോക്കൂ, 22A പ്ലസ് എക്സ് എന്നുള്ള ഗമീറ്റ് 22A പ്ലസ് എക്സ് എന്നുള്ള ഫീമെയിൽ ഓവവുമായിട്ട് ചേരുമ്പോൾ 44A പ്ലസ് XX, അതായത് ഇതെന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും അല്ലെ? ഈ പ്രോജനി അല്ലെങ്കിൽ ഈ ഓസ്പ്രിങ് ഫീമെയിൽ ആയിരിക്കും. അതേസമയം ഇവിടെ നോക്കൂ, 22 ഓട്ടോസോം പ്ലസ് വൈ ക്രോമസോം ഉള്ള സ്പേം ആണ് ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ 22A പ്ലസ് എക്സ് എന്നുള്ള ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ 44A പ്ലസ് XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? മെയിൽ ആയിരിക്കും. അപ്പൊ 50% ആണ് ചാൻസ്. സോ എന്താ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായത്? ഇഫ് ദ സ്പേം containing X chromosome fertilizes the ovum, the resulting individual is a female. If the gamete that contain Y chromosome, gamete എന്ന് പറയുമ്പോൾ sperm അല്ലേ? sperm containing Y chromosome fertilizes with the ovum, the resulting individual will be a male. അപ്പൊ sperm ആണ് എന്താ? സ്പേമിലുള്ള ക്രോമസോം ആണ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് അർത്ഥം. ഓക്കെ അല്ലേ? അത്തരത്തിൽ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഇവിടെ നോക്കൂ, ഈ ഗമീറ്റിനെ നമുക്ക് എന്ത് പറയാം?
എക്സ് ഒറ്റ ടൈപ്പ് അല്ലേ, എക്സ് എന്ന് പറയുമ്പോൾ ഒരു എക്സ് അല്ലേ വരുന്നുള്ളൂ. ഇത് ഹോമോഗെമിറ്റിക് ആണ് ഫീമെയിൽ. അതേസമയം മെയിലാണെങ്കിൽ 2 തരം ഗമീറ്റ് ഫോം ചെയ്യുന്നുണ്ട് കണ്ടോ. ഒരു ഗമീറ്റിൽ എക്സ് ക്രോമസോമും ഒരു ഗമീറ്റിൽ വൈ ക്രോമസോം. അപ്പൊ നമ്മൾ എന്ത് പറയും? മെയിൽ ഹെട്രോഗെമിറ്റ്. ക്ലിയർ ആയോ? അതൊന്ന് അറിഞ്ഞിരിക്കണം, ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് ആ ഭാഗത്തുനിന്ന്. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് മെത്തേഡാണ് XX0 മെത്തേഡ്. ഇത് ഗ്രാസ് ഹോപ്പർ, കോക്രോച്ചിലൊക്കെയാണ് ഈ മെത്തേഡ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അവിടെ എന്താ വ്യത്യാസം നോക്കി നോക്കൂ. അവിടെ മെയിലില് 22 ഓട്ടോസോമും X0യും കണ്ടോ. അതായത് 2 തരം ഗമീറ്റ് ഇവിടെ ഫോം ചെയ്യും. അവരുടെ ഓർഗാനിസത്തിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. 22 ഓട്ടോസോം പ്ലസ് X0 എന്ന് പറയുമ്പോൾ മെയിലാണ്. അതിൽ ഗമീറ്റ് ഫോം ചെയ്യുമ്പോൾ 2 തരം ഗമീറ്റ് ഫോം ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ നോക്കൂ. ഹാഫ് ആവില്ലേ ഇവിടെ ഡിവിഷനിൽ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 11 ഓട്ടോസോം പ്ലസ് 1 എക്സ് ക്രോമസോം. കുറച്ച് ഗമീറ്റിൽ 1 എക്സ് ക്രോമസോം ഉണ്ടാവും, ചില ഗമീറ്റിൽ 0 ആയിരിക്കും. അത് 11A പ്ലസ് 0 നമ്മൾ കാണിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ എക്സ് ക്രോമസോം ഇല്ലാത്തത്, ഉള്ളതും ഇല്ലാത്തതുമായിട്ട് 2 തരം ഗമീറ്റ് മെയിലിൽ ഫോം ചെയ്യും. അതേസമയം ഫീമെയിൽ നോക്കൂ 22A പ്ലസ് XX. അപ്പോൾ ഒരു തരം ഗമീറ്റ് മാത്രമേ ഇവിടെ ഫോം ചെയ്യുന്നുള്ളൂ, 11A പ്ലസ് X. അപ്പൊ ഇവിടെ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 11A പ്ലസ് X 11A പ്ലസ് X ആയിട്ടുള്ള ഫീമെയിൽ ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദ റിസൾട്ടിങ് ഇൻഡിവിജ്വൽ വിൽ ബി എ ഫീമെയിൽ 22A പ്ലസ് XX. ഇത് തന്നെയല്ലേ? നോക്കൂ, സിമ്പിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ആ സിമ്പിൾ നോക്കി മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. അതേസമയം 11A പ്ലസ് 0 ആണെങ്കിൽ ഇങ്ങനെ എക്സ് ക്രോമസോം ഇല്ലാത്ത ഗമീറ്റുമായിട്ടാണ് ഫീമെയിൽ ഓവം ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ടിങ് ഇൻഡിവിജ്വൽ നോക്കൂ 22A പ്ലസ് X0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലാണ്. ഇപ്പൊ ഗ്രാസ് ഹോപ്പറിലും കോക്രോച്ചിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള XX0 മെത്തേഡ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി ഒരു മെത്തേഡും കൂടി പഠിക്കാൻ നിങ്ങൾക്ക് സിമ്പിൾ ആണത്. നോക്കൂ, ZW മെത്തേഡ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബേർഡ്സിൽ അതുപോലെ ചില സർട്ടൺ റെപ്റ്റൈൽസിലൊക്കെയാണ് ZZ മെത്തേഡ്. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ XX ആണ്, തിരിച്ചാണെന്ന് അർത്ഥം. മനസ്സിലായോ? മെയിൽ XX ആണ്, ഫീമെയിൽ XY ആണ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ? നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ഇവിടെ വന്നിരിക്കണേ. Z എന്നുള്ള പദം കൊണ്ട് നമ്മൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ZZ എന്നുള്ളത് മെയിലും ZW എന്നുള്ളത് ഫീമെയിലും. അപ്പൊ ഇവിടെ എന്താണ് ഹെട്രോഗെമിറ്റി? നോക്കൂ, ഡിഫറെന്റ് ആയിട്ടുള്ള ഗമീറ്റ് വന്നിരിക്കുന്നത് എവിടെയാണ്? ഫീമെയിലാണ്, മെയിലല്ല. മനസ്സിലായോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഫീമെയിൽ ഹെട്രോഗെമിറ്റിക് ആയിരിക്കും ബേർഡ്സിലും റെപ്റ്റൈൽസിലും ഒക്കെ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെ തരം ക്രോമസോം ഉണ്ട്, ഏതൊക്കെയാണ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട അടുത്ത ടോപ്പിക്കാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദി ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. ക്ലിയർ ആയോ? പെട്ടെന്ന് വരുന്ന ഒരു ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പിൽ വരുന്ന ചേഞ്ചസ് അതെന്ത് ചെയ്യപ്പെടും? ഹെറിറ്റ് ചെയ്യപ്പെടും, ഇൻഹെറിറ്റ് ചെയ്യപ്പെടും അല്ലേ? അതാണ് എന്താ മ്യൂട്ടേഷൻ എന്നറിയപ്പെടുന്നത്. അല്ലാത്തതും ഉണ്ട് കേട്ടോ, നോൺ ഹെറിറ്റബിൾ ആയിട്ടുള്ള മ്യൂട്ടേഷൻസും ഉണ്ട്. അപ്പൊ നോക്കൂ, ഓൾട്ടറേഷൻ ഓഫ് DNA സീക്വൻസസ് ആണ് അതിന് കാരണം. അപ്പൊ നോക്കൂ, ഇവിടെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദി ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓൾട്ടറേഷൻ ഓഫ് DNA സീക്വൻസസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയി. DNA സ്ട്രക്ചർ ഒക്കെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ബയോമോളിക്യൂൾസ് ചാപ്റ്ററിൽ നന്നായി പഠിച്ചതാണ്. നൈട്രജൻ ബേസസ് അല്ലേ, ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ് എല്ലാം വിശദകരമായി നമ്മൾ പഠിച്ചതാണ്. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഒക്കെ നോക്കൂ. അവിടെ ലോസ് അല്ലെങ്കിൽ ഡെലീഷൻ, ഗെയിൻ അല്ലെങ്കിൽ ഇൻസേർഷൻ ഓർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എ സെഗ്മെന്റ് ഓഫ് DNA റിസൾട്ട് ഇൻ ഓൾട്ടറേഷൻ ഇൻ ക്രോമസോം. അപ്പോൾ ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു ഫങ്ഷണൽ സെഗ്മെന്റ് ഓഫ് DNA ആണ് നമ്മൾ എന്ത് പറയുക? ജീൻ. അപ്പൊ അതിൽ നിന്നും തന്നെ ഒരു പർട്ടിക്കുലർ പോർഷൻ നോക്കൂ, ലോസ് ആവാം, ഡിലീറ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യപ്പെടാം. അതായത് എന്ത് ചെയ്യുക? ഇൻസേർട്ട് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഡബിൾ ചെയ്യുക. അതൊക്കെ എന്തിന് കാരണമാകും? ഇത്തരത്തിൽ മ്യൂട്ടേഷന് കാരണമാകും. ഓക്കെ അല്ലേ? അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു മ്യൂട്ടേഷനാണ് പോയിന്റ് മ്യൂട്ടേഷൻ. പോയിന്റ് മ്യൂട്ടേഷൻ ആ പേര് തന്നെ ഉണ്ട്. നോക്കൂ, മ്യൂട്ടേഷൻ ഡ്യൂ ടു
ചേഞ്ച് ഇൻ എ സിംഗിൾ ബേസ് പെയർ ഇൻ DNA. ഒരു സിംഗിൾ ബേസ് പെയറിൽ വരുന്ന വ്യത്യാസം. ബേസ് പെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് DNA-യിലുള്ള നൈട്രജൻസ് ബേസസ് ഏതൊക്കെയെന്നൊക്കെ അറിയാം അല്ലേ? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗുവാനിൻ. അതിലൊരു പർട്ടിക്കുലർ ഒരു നൈട്രജൻസ് ബേസിൽ വ്യത്യാസം വന്നു കഴിയുമ്പോൾ അത്തരത്തിലുണ്ടാകുന്ന മ്യൂട്ടേഷന് പറയുന്ന പേരാണ് പോയിന്റ് മ്യൂട്ടേഷൻ. അതിന് എക്സാമ്പിൾ ആണ് എന്താ? സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ കുറേ നമ്മൾ പഠിച്ചതാണ്. ഒരു വീഡിയോയിൽ ഞാനത് പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ഡയഗ്രമാറ്റിക് സ്കെച്ചാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് വിശദീകരിച്ച് പറഞ്ഞതാണ് എന്തായിരിക്കും ഫീനോടൈപ്പ് സിക്കിൾ സെൽ അനീമിയയുടെ. അതുപോലെ ആ ഷേപ്പ് അല്ലെ, RBCയുടെ ഷേപ്പ് സിക്കിളിന്റെ ഷേപ്പ് ആവും, അല്ലെങ്കിൽ നോർമൽ ഷേപ്പ് മാറിയിട്ട് അതിന് കാരണം എന്തായിരിക്കും, അവരുടെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും, HBS എന്നൊക്കെ വിശദീകരിച്ച് നമ്മൾ പഠിച്ചതാണ്. കാരിയറിന്റെ ജീനോടൈപ്പ് എന്തായിരിക്കും എന്നൊക്കെ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് പറയാനുള്ളത് ആ സിക്കിൾ സെൽ അനീമിയയ്ക്ക് എങ്ങനെയാണത് പോയിന്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ ആവുന്നത് എന്നുള്ളതാണ്. നോർമൽ ആയിട്ടുള്ള HbA ജീനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞു HbA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജീനോടൈപ്പ് ഉള്ള ആൾക്കാർ നോർമൽ പേഴ്സൺസ് ആയിരിക്കും അല്ലെ? അതേസമയം HbS ആണെങ്കിൽ അവർ കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതേസമയം HbS ആണെങ്കിൽ അതാണ് ജീനോടൈപ്പ് എങ്കിൽ അവർക്ക് സിക്കിൾ സെൽ അനീമിക് ആയിരിക്കും അവർ. അപ്പൊ ഇതിൽ ആ രണ്ടുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോർമൽ HbA ജീനും ഇവിടെ സിക്കിൾ സെൽ HbS ജീനുമാണ് കാണിച്ചിരിക്കുന്നത്. നോക്കൂ, നോർമൽ HbA ജീനിലെ ഇതൊക്കെ നൈട്രജനസ് ബേസ് ആണ് കാണിച്ചിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ ഇത് DNA-യുടെ ഒരു സെഗ്മെന്റ് ആണ്. അതിൽ നിന്നും RNA ഫോം ചെയ്യും. ഇതൊക്കെ വിശദീകരിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. പല പേരുകളിൽ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ അല്ലെ, ട്രാൻസ്ലേഷൻ, അതിൽ നിന്നും പ്രോട്ടീൻ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയും. അപ്പൊ നോക്കൂ, അതാണ് ഈ mRNA കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ഇതെന്താണ്? അമിനോ ആസിഡ്സ് ആണ് ഓരോന്ന്. ഈ അമിനോ ആസിഡ് ചേർന്നിട്ട് എന്താ ഉണ്ടാവുക? ഒരു പെപ്റ്റൈഡ് അല്ലെ, പോളിപെപ്റ്റൈഡ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതും ആ വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹീമോഗ്ലോബിന്റെ ഫോർമേഷൻ അല്ലെ, ഹീം പ്ലസ് ഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ഇൻ ടേൺ ഫോംഡ് ഓഫ് പെപ്റ്റൈഡ് അല്ലെ. പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ് ആണ്. അതിലുള്ള അമിനോ ആസിഡ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, നോർമൽ ആയിട്ടുള്ള പേഴ്സൺസിൽ ഇങ്ങനെയായിരിക്കും അതിന്റെ പൊസിഷൻ. ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ഓരോ അമിനോ ആസിഡ് ആണ്. വാലൈൻ, ഹിസ്റ്റൈൻ, ല്യൂസിൻ, ത്രിയോണൈൻ, പ്രൊലൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ? അതിന് നമ്പർ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ കൃത്യമായിട്ട് ഇത് 6th പൊസിഷനിലെ നോർമൽ പേഴ്സൺസിൽ എന്താണ്? ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. അതേസമയം സിക്കിൾ സെൽ അനീമിക് ആയിട്ടുള്ള ഒരു പേഴ്സണില് നോക്കൂ, ഈ A മാറി ഇവിടെ നോക്കൂ, അഡിനിൻ വന്നുള്ള ആ ഒരു നൈട്രജൻസ് ബേസ് മാറി ഇവിടെ U ആയി. അപ്പോൾ GAG എന്നുള്ളത് GUG ആയപ്പോഴേക്കും അത് നോക്കൂ, അവിടെ നിന്ന് ഫോം ചെയ്യുന്ന അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം എന്തായി? വാലൈൻ ആയി എന്നർത്ഥം. ക്ലിയർ ആയോ? അപ്പോൾ ഒരു പോയിന്റിലാണ് ആ മാറ്റം വന്നിരിക്കുന്നത്. Therefore it is an example for point mutation. ഓക്കെ അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ valine at the 6th position of beta globin chain of hemoglobin molecule. Okay അല്ലേ? അപ്പൊ നോക്കൂ, mutant hemoglobin molecule undergoes polymerization under low oxygen tension causing the change of the shape of RBC to sickle shape. അപ്പൊ ഇതുകൊണ്ടാണ് ഇങ്ങനെ മാറുന്നത് കൊണ്ടാണ് എന്താവുക? ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുകയും അതിന്റെ ഫീനോടൈപ്പിക് ആയിട്ടുള്ള ഇഫക്റ്റ് എന്തായിരിക്കും? ഷേപ്പ് തന്നെ മാറിയിട്ട് സിക്കിളിന്റെ ഷേപ്പ് ആവുകയും ചെയ്യും. Therefore sickle cell anemia is an example for point mutation. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പൊ നമ്മൾ പോയിന്റ് മ്യൂട്ടേഷൻ പറഞ്ഞു. ഇനി അതുപോലെ ഡെലീഷൻസ് അല്ലെങ്കിൽ ഇൻസേർഷൻസ് ഓഫ് ബേസ് പെയർസ് ഓഫ് DNA. ബേസ് പെയർസിന്റെ ഡെലീഷൻസ് ആവാം, അല്ലെങ്കിൽ ഇൻസേർഷൻസ് ആ ഫ്രെയിമിനെ തന്നെ മാറ്റും. അങ്ങനെ ആവുമ്പോൾ അതിനെ പറയുന്ന മ്യൂട്ടേഷൻ ആണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അപ്പോൾ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ വിശദീകരിച്ച് പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പെഡിഗ്രി അനാലിസിസ്. എന്താണ് പെഡിഗ്രി അനാലിസിസ്? അപ്പോൾ ഇത്തരത്തിൽ മ്യൂട്ടേഷൻ ഒക്കെയുള്ള ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യപ്പെടും, നമ്മുടെ ഫാമിലിയിൽ ആർക്കൊക്കെ മുൻപ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി ട്രീ ആയിട്ട് വരച്ച് നമ്മൾ പഠിക്കുന്നതാണ് എന്താ? പെഡിഗ്രി അനാലിസിസ്. നോക്കൂ, എ സിസ്റ്റം ടു അനലൈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ മൂവ്മെന്റ് ഓഫ് ട്രേറ്റ്സ് ഇൻ ദി ഫാമിലി ട്രീ ഈസ് കോൾഡ് പെഡിഗ്രി അനാലിസിസ്.
ക്ലിയർ ആയോ? അപ്പോൾ ജനറ്റിക്കലി അത് എങ്ങനെ ഗ്രാൻഡ് പാരൻസിൽ നിന്നും പാരൻസിലേക്കാണോ അതോ ഗ്രാൻഡ് പാരൻസിൽ നിന്നും ഗ്രാൻഡ് ചിൽഡ്രനിലേക്കാണോ, എങ്ങനെയാണ് ഈ ജീനിൻ്റെ എന്താ മൂവ്മെൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയൊക്കെ വരച്ച് പഠിക്കുന്ന ഒരു മെത്തേഡ് ആണ് നമ്മൾ എന്ത് പറയുക, പെഡിഗ്രി അനാലിസിസ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം ഹീമോഫീലിയ എന്നുള്ള ഡിസീസ് അല്ലേ, ഇനി അതിനെപ്പറ്റി പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അത് ക്യൂൻ വിക്ടോറിയ രാജ്ഞിയുടെ ഫാമിലിയിൽ കുറേ ഇങ്ങനെ തലമുറകൾക്ക് ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ വരച്ചപ്പോൾ എല്ലാവരുടെ ഫാമിലിയിലും ഓരോ തരത്തിൽ നമുക്കത് ഉണ്ടാക്കി പഠിക്കാൻ പറ്റും. അതാണ് പെഡിഗ്രി അനാലിസിസ്. സോ ദി ആൻസസ്ട്രൽ ഹിസ്റ്ററി ഓഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് കോൾഡ് പെഡിഗ്രി. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അത് എഴുതിയെടുത്ത് മനസ്സിലാക്കിക്കൊള്ളുക. നോക്കൂ, അതെങ്ങനെയാണ് നമ്മൾ ജെനറ്റിക്സിൽ ഈ ടേംസ് എങ്ങനെയാണ് ഈ സിമ്പൽ ഉപയോഗിച്ചിട്ട് ഇത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇത് ഫീമെയിലാണ്, കണ്ടോ? അപ്പോൾ അതിൽ ഓരോന്നിനും ഓരോ സിമ്പിൾസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയഗ്രാം ഉണ്ട്, അത് ലാസ്റ്റിൽ സ്ലൈഡിലായിട്ട് ഞാൻ കാണിക്കാം. അവിടെ നിന്നും ചിലപ്പോൾ അത് മാത്രമായിട്ട് ആ സിമ്പിൾ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു മാത്രം ഒരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇനി അല്ലെങ്കിൽ ഇത്തരത്തിൽ വിശദീകരിച്ചും ചോദിക്കും. നോക്കൂ, ഇവിടെ ഫീമെയിലാണ് ഈ റൗണ്ട് ആയിട്ട് സർക്കിൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ സ്ക്വയർ ആയിട്ട് കാണിച്ചിരിക്കുന്നത് മെയിലാണ്. അപ്പോൾ ഇവിടെ ഫീമെയിൽ മെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും, മദർ അല്ലെ, ഫാദർ. ഈ ലൈൻ ഇങ്ങനെ അവരെ കണക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്ന മാരേജ് അല്ലെങ്കിൽ മീറ്റിംഗ്. ഓക്കെ, ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഡിസീസ്ഡ് എന്നർത്ഥം. ഇതിലൊന്നും ഷെയ്ഡ് ഇല്ല, കണ്ടോ, ഡിസീസ്ഡ് ആണ്. ഇനി അതിനെ നോക്കൂ, അടുത്ത ഫസ്റ്റ് ജനറേഷൻ ചിൽഡ്രൻ, ഇവർക്കുണ്ടായ കുട്ടികൾ എത്ര പേരാണ് ചിൽഡ്രൻ, ഇതിൽ നിന്നും വരുന്നതായിരിക്കണം അവരുടെ ഓസ്പ്രിങ്, നെക്സ്റ്റ് ജനറേഷൻ. നോക്കൂ, അപ്പൊ ഇതെന്താണ്, ഇത് ഫീമെയിലാണ്, ഇത് മെയിലാണ്, ഇത് മെയിലാണ്, ഇത് ഫീമെയിലാണ്. ഇത് അതിന്റെ ഒപ്പമുള്ളതല്ല, മനസ്സിലായോ? ദിസ് മെയിൽ ഈസ് മാരീഡ് ടു വൺ അനദർ ഫീമെയിൽ, സോ ദിസ് ഫീമെയിൽ ബിലോങ്സ് ടു വൺ അനദർ ഫാമിലി, ഷീ ഈസ് എൻ ഔട്ട്സൈഡർ, കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നോക്കൂ, എത്ര പേരാണ്, ഇത് 1 2 3 4, ഈ 4 പേരുമാണ് ഈ ഫസ്റ്റ് ജനറേഷനിലുള്ള ഓസ്പ്രിങ്സ്. അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയഗ്രമാണ്. ഇവിടെ നിന്ന് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഇത് ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു പെഡിഗ്രി ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട് അല്ലെ, അതൊരു ജനറ്റിക് ഡിസീസ് ആണ്. അത് ഒരു ഓട്ടോസോമൽ ആയിട്ടുള്ള ഡോമിനന്റ് ട്രേറ്റ് ആണ്. അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ നോക്കൂ. ഇത് ഫസ്റ്റ് ജനറേഷനിലും ഉണ്ട്, സെക്കൻഡ് ജനറേഷനിലും ഉണ്ട്, കണ്ടോ? ഈ കാണിച്ചിരിക്കുന്ന അഫക്റ്റഡ് ആണ്. ഈ ജനറേഷനിൽ നോക്കൂ, 2 മെയിലും 2 ഫീമെയിലുമാണ്. അതിൽ ഒരു മെയിലിനും എഫക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഫീമെയിലിനും എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ജനറേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ജനറേഷനിൽ ഇല്ല, പക്ഷെ ഇവിടെ കണ്ടു ഉണ്ട്. ഇങ്ങനെയാണ് ഇത് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു ഡിസീസാണ് ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ് ആണ്. റിസസീവ് ട്രേറ്റ് നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചതാണ് അല്ലേ, സിക്കിൾ സെൽ അനീമിയ. നോക്കൂ, ഇത് റിസസീവ് ആണ്, കണ്ടോ? ഈ ജനറേഷനിലാണ് ഉള്ളത്, ഇവിടെ ഇല്ല, കണ്ടോ? ഈ പാരൻസിന് ഇതില്ല, പക്ഷെ ഓസ്പ്രിങ്സിന് വന്നിട്ടുണ്ട്, കണ്ടോ? ഒരു മെയിലിനും ഒരു ഫീമെയിലും അഫക്റ്റഡ് ആണ്. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് സിമ്പിൾസ് എങ്ങനെയാണ് ഈ ഫാമിലി ട്രീ വരയ്ക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് ഓരോ സിമ്പിൾസും എന്തിനെയൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നന്നായി പഠിക്കുക. ഇന്ന് നമ്മൾ പഠിച്ച പോർഷൻസ് എല്ലാം റിവൈസ് ചെയ്യാം. അപ്പോൾ മ്യൂട്ടേഷൻസ് പഠിച്ചു, അതിൽ പോയിന്റ് മ്യൂട്ടേഷൻ, അതുപോലെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, ദെൻ പെഡിഗ്രി അനാലിസിസ്. ഓക്കെ, നന്നായി പഠിക്കുക. ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസിലെ സിമ്പിൾസ് എല്ലാം നോക്കി മനസ്സിലാക്കുക.